നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യക്കിട്ട് ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ അമേരിക്ക ചാടി പുറപ്പെട്ടെങ്കിലും ഒരു കാര്യവുമില്ല. ഏഷ്യൻ മേഖലയിലെ സമവാക്യങ്ങൾ നിമിഷങ്ങൾക്കനുസരിച്ച് മാറുകയാണ്, തിരുത്തുകയാണ് ഇന്ത്യ. ഇപ്പോൾ പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിർത്തിക്ക് അപ്പുറത്തുള്ള അഫ്ഗാനിസ്ഥാനും നേരെ ഇപ്പുറത്തുള്ള ഇന്ത്യയും. തീർന്നിട്ടില്ല. കാരക്കോറം പർവ്വത അതിർത്തിയിലെ 600ഓളം കിലോമീറ്റർ അതിർത്തി കാക്കുന്ന ചൈനയും ഇപ്പോൾ പാകിസ്ഥാനെതിരാണ്. അപ്പോൾ പാകിസ്ഥാൻ പെട്ടു. ഈ മൂന്ന് രാജ്യങ്ങളും വിചാരിച്ചാൽ പാകിസ്ഥാനിൽ ഇനിയൊരു ഈച്ച പോലും അനങ്ങില്ല. ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഡൽഹിയിലെത്തിയത് വളരെ നിർണായകമായ ചില ദൗത്യവുമായാണ്. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. അതിന് അഫ്ഗാൻ ഏതു തരത്തിലും സഹായം നൽകും. കാരണം അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ബാധിക്കുന്നത് പോലെ തന്നെ അഫ്ഗാനെയും രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. അതിന് മുത്താക്കി പറഞ്ഞ ന്യായം ഇതാണ്: ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭീകര സംഘടനകളോ ഭീകര പ്രവർത്തനമോ ഇല്ല. തങ്ങളുടെ സർക്കാർ അത് വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞു. അപ്പോഴാണ് പാകിസ്ഥാൻ സൈഡിൽ നിന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഫ്ഗാൻ മണ്ണിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയും ഇപ്പോൾ അനുഭവിക്കുന്നത്. രണ്ടും ഒരുമിച്ച് നിന്ന് കൈകാര്യം ചെയ്യണം. പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ വേരോടെ പിഴുതെറിയുക തന്നെ വേണമെന്നാണ് മുത്താക്കി പറഞ്ഞത്. അതിന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി ഭീകരത ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഒരേപോലെ ഭീഷണിയാണെന്ന് അമീർ ഖാൻ മുത്താക്കിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. ഇന്ത്യയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന് മുത്താക്കി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നടപടി അപലപനീയമാണെന്നാണ് താലിബാൻ വിദേശകാര്യമന്ത്രി വ്യക്തമായി ഔദ്യോഗികമായി എടുത്തു പറഞ്ഞത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യയും അഫ്ഗാനും ഒരുമിച്ച് പോരാടാനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് ഇന്ത്യക്ക് വേണ്ടി എസ് ജയശങ്കറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പാകിസ്ഥാന്റെ നിയമവിരുദ്ധ അധിനിവേശത്തിനെതിരെ പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പ് നൽകിയ എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാനെ ഒരു നല്ല അയൽക്കാരൻ എന്നാണ് വിളിച്ചത്. ഒരു അയൽക്കാരൻ എന്ന നിലയിലും അഫ്ഗാൻ ജനതയുടെ അഭ്യുദയകാംക്ഷി എന്ന നിലയിലും നിങ്ങളുടെ വികസനത്തിലും പുരോഗതിയിലും ഇന്ത്യക്ക് ആഴത്തിലുള്ള താല്പര്യമുണ്ടെന്ന എസ് ജയശങ്കറിന്റെ വാക്കുകൾ ന്യൂഡൽഹിയുടെ തന്നെ വാക്കുകളാണ്. അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ കൈവിടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഔദ്യോഗികമായ പ്രസ്താവന. ഇന്ത്യയെ മേഖലയിലെ ഒരു പ്രധാന രാജ്യമായും അഫ്ഗാൻ ജനതയ്ക്കൊപ്പം എല്ലായ്പ്പോഴും നിലകൊള്ളുന്ന പല മേഖലകളിലെയും സഹായിക്കുകയും ചെയ്ത രാജ്യമായാണ് മുത്താക്കി വിശേഷിപ്പിച്ചത്. അഫ്ഗാന്റെ മണ്ണിൽ ഇപ്പോൾ ഒരു ഭീകര സംഘടനയും പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷം കൊണ്ട് അത്തരക്കാരെ തുറച്ചു നിൽക്കാൻ താലിബാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുത്താക്കി അവകാശപ്പെടുന്നു. അതിർത്തിയിൽ ചില പ്രശ്നങ്ങളും ആക്രമണം നടക്കുന്നുണ്ട്. അതിന് പാകിസ്ഥാന് വ്യക്തമായ പങ്കുണ്ട്. പാക് സ്പോൺസേഡ് ടെററിസമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അരങ്ങേറുന്നതെന്നും അതിന് എന്ത് വില കൊടുത്തും ഒരുമിച്ച് നിന്ന് ചേർക്കണമെന്നുമാണ് മുത്താക്കി ആവശ്യപ്പെട്ടത്. തീവ്രവാദ സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന പാകിസ്ഥാന്റെ രീതി തെറ്റാണ്. ഇതിനെതിരെ ഏത് രാജ്യവുമായും ഏത് രീതിയിലുള്ള ചർച്ചകൾക്കും തങ്ങൾ തയ്യാറാണെന്നും മുത്താക്കി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ആർക്കെങ്കിലും ആക്രമണം നടത്തണമെന്ന് തോന്നിയാൽ അവർ അമേരിക്കയോടും സോവിയറ്റ് യൂണിയനോടും നാറ്റോ സഖ്യത്തോടും ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പാകിസ്ഥാൻ വെറുതെ ഇരുന്ന് സ്വപ്നം കാണണ്ട. ഇന്ത്യയുമായി വളരെ നല്ല ഒരു ബന്ധമാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളതെന്നും രാജ്യത്തൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയാണെന്നും അത് മറക്കില്ലെന്നുമാണ് മുത്താക്കി പറഞ്ഞത്. അഫ്ഗാനും ഇന്ത്യയെ സുഹൃത്തായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു സന്ദർശനമാണ് അഫ്ഗാൻ പ്രതിനിധി സംഘത്തിൻ്റെത്. ഒക്ടോബർ 9 മുതൽ 16 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിശദമായ ചർച്ചകൾക്കായാണ് മുത്താക്കിയും സംഘവും ഇന്ത്യയിലെത്തിയത്. അഫ്ഗാന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്ത ശേഷം കാബൂളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക പ്രതിനിധി സംഘം കൂടിയാണ് മുത്താക്കി നയിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ വിലപ്പെട്ടതാണ്, അഫ്ഗാനും വളരെ വിലപ്പെട്ടാണ് ഈ ഒരാഴ്ച നീളുന്ന ചർച്ചകൾ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച